നമ്മളിൽ പലരും വിമാനയാത്ര ചെയ്യാറുള്ളവരാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് നിരക്കിനൊപ്പം വലിയൊരു തുക ടാക്സായും വിവിധ ഫീസുകളായും നൽകാറുണ്ട്. എന്നാൽ സുരക്ഷാ ആവശ്യങ്ങൾക്കായി നമ്മൾ നൽകുന്ന ഈ പണം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? വിമാനത്താവളത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നത്? അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു നിർണായക വാർത്തയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. US പ്രതിനിധി സഭ അഥവാ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഒരു പുതിയ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന പണം ഇനി കൃത്യമായി അതിനായി തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമാക്കുന്ന നിയമമാണിത്. US അംഗമായ ടെയിൽ സ്ട്രോങ് അവതരിപ്പിച്ച സേഫ് ഗാർഡ് ആക്ട് ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ബില്ല്, കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിമാനയാത്രക്കാരുടെ പണം എങ്ങോട്ടാണ് വഴിമാറി പോകുന്നത്, ഈ പുതിയ നിയമം വരുന്നതോടെ വിമാനത്താവളങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഈ ബില്ല് എന്താണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. അൽബാമയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധിയും ഹോംലാൻഡ് സെക്യൂരിറ്റി കമ്മിറ്റി അംഗവുമായ ഡെയിൽ സ്ട്രോങ് ആണ് ഈ ബില്ലിന് പിന്നിൽ. ഈ നിയമപ്രകാരം വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനായി വലിയൊരു തുക നീക്കിവെക്കും. കൃത്യമായി പറഞ്ഞാൽ ചെക്ക്ഡ് ബാഗേജുകൾ പരിശോധിക്കുന്ന സ്ഫോടക വസ്തു കണ്ടെത്തൽ സംവിധാനങ്ങൾക്കായി പ്രതിവർഷം $500 മില്യൺ മാറ്റിവെക്കും. വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ പോയിന്റുകളിലെ സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിവർഷം $250 മില്യൺ നീക്കിവെക്കും. നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ സുരക്ഷാ ഭീഷണികളെ നേരിടാൻ നമ്മുടെ വിമാനത്താവളങ്ങളെ സജ്ജമാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഡെയിൽ സ്ട്രോങ് പറയുന്നത്. ഇതിലൂടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകും. ഇനി നമുക്ക് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നത്? ഇതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 2001 സെപ്റ്റംബർ 11 ശേഷം, അതായത് 9/11 ഭീകരാക്രമണത്തിന് ശേഷമാണ് അമേരിക്കയിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ TSA രൂപീകരിക്കുന്നത്. വിമാനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിനായി യാത്രക്കാരിൽ നിന്ന് 9/11 പാസഞ്ചർ സെക്യൂരിറ്റി ഫീ എന്ന പേരിൽ ഒരു തുക ഈടാക്കാൻ തുടങ്ങി. നിലവിൽ അമേരിക്കയിൽ വൺ വേ ടിക്കറ്റ് എടുക്കുന്ന ഓരോ യാത്രക്കാരനും $5.60 വീതം ഈ സുരക്ഷാ ഫീസായി നൽകണം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കേണ്ട പണമാണിത്. എന്നാൽ 2013 കാര്യങ്ങൾ മാറിമറിഞ്ഞു. അന്ന് പാസാക്കിയ ഒരു ഫെഡറൽ നിയമപ്രകാരം യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഈ തുകയുടെ ഒരു വലിയ പങ്ക് രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കുറയ്ക്കുന്നതിനായി വ്യാപകമായി ചെലവഴിക്കാൻ തുടങ്ങി. സുരക്ഷയ്ക്കായി യാത്രക്കാർ നൽകിയ പണം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നർത്ഥം. റിപ്പോർട്ടുകൾ പ്രകാരം 2013 മുതൽ ഇന്ന് വരെ ഏകദേശം $15 മില്യൺ തുകയാണ് ഇങ്ങനെ സുരക്ഷാ ഇതര ആവശ്യങ്ങൾക്കായി വഴിമാറ്റിവിട്ടത്. TSAയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം ഈ ഫീസിലൂടെ ലഭിച്ച വരുമാനം $4.5 ബില്യൺ ആണ്. ഇത്രയും വലിയൊരു തുക വകമാറ്റുന്നത് തടയാനാണ് ഇപ്പോൾ ഡെയിൽ സ്ട്രോങ് സേഫ് ഗാർഡ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ല് നിയമമാകുന്നതോടെ സാധാരണക്കാരായ യാത്രക്ക് എന്താണ് ഗുണം എന്ന് നോക്കാം. US ട്രാവൽ അസോസിയേഷനിലെ ഉദ്യോഗസ്ഥനായ എറിക് ഫാൻസ് പറയുന്നത് ഈ പണം സുരക്ഷാ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ കൂടുതൽ വേഗത്തിലാക്കും എന്നാണ്. നീണ്ട ക്യൂവിലിരുന്ന് സമയം കളയേണ്ടി വരില്ല. സുരക്ഷ കൂടുന്നതിനോടൊപ്പം യാത്ര കൂടുതൽ സുഖകരമാകും. ഹൺസിവിൽ ഇന്റർനാഷണൽ എയർപോർട്ട് CEO ബുച്ച് റോബർട്ട്സും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വളരെ നിർണായകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വരാനിരിക്കുന്ന വലിയ കായിക മാമാങ്കങ്ങൾക്ക് അമേരിക്ക വേദിയാകുകയാണ്. ഫിഫ ലോകകപ്പും ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന 2028 സമ്മർ ഒളിമ്പിക്സും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സമയത്ത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിലേക്ക് വിമാനമാർഗം എത്തുക. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഈ ബില്ല് US ജനപ്രതിനിധി സഭയിൽ പാസാക്കി കഴിഞ്ഞു. ഇനി ഇത് US സെനറ്റിന്റെ അംഗീകാരത്തിനായി അയക്കും. സെനറ്റിലും ഇതിന് സമാനമായ ഒരു ബില്ല് നേരത്തെ തന്നെ കമ്മിറ്റി തലത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമമാകാൻ വലിയ സാധ്യതയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി വാങ്ങുന്ന പണം അതിന് തന്നെ ഉപയോഗിക്കുക എന്നത് കൃത്യമായ അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്ന ഒന്നാണ്. ഈ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.